ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാ മുസ്ലിമീനെ കൊണ്ടും പറ്റും. ആരെ കൊണ്ട് വിചാരിച്ചാൽ എത്ര വട്ടമെണെങ്കിലും പറയാം. പക്ഷെ മരിക്കണ സമയത്ത് ഒരു പ്രാവശ്യം പറയണമെങ്കിൽ അത് അള്ളാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിന്റെ അവസാനം വരെ ഇരിക്കാൻ തീരുമാനിച്ച നമ്മുടെ അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വേറൊന്നും പറഞ്ഞു തരാനില്ല. ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ വയലുകൾക്കൊന്നും ഒരു കുറവുമില്ല. നിങ്ങളൊക്കെ വയല് കേട്ടിട്ടൊരു വയല് പറയാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. ഇപ്പൊ ഒരു ഉസ്താദ് വയല് പറയുന്ന ഉസ്താദ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കയറിയിരുന്ന് പറയാം. ഇത്തിരി ഈണവും ശൈലിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. എല്ലാവർക്കും വയല് പറയാനറിയാം. ഏത് മൊബൈൽ എടുത്ത് നോക്കിയാലും വയലില്ലാത്ത ഒരു മൊബൈൽ ഒരാണിന്റെയും പെണ്ണിന്റെയും കൈ കാണില്ല. എല്ലാവരുടെയും വയല് മൊബൈലിലും വയല. അപ്പൊ വയലുകൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എനിക്ക് പറഞ്ഞു തരാൻ ഒരേ ഒരു ദിക്റ് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ദിക്റ് ദുആയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ ഇന്ന് രാത്രി അങ്ങ് മരിച്ചാൽ നിനക്ക് സ്വർഗമാണ് പ്രതിഫലം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഈ ദിക്റ് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണടഞ്ഞാ ഏതാ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ ജനിച്ചു വളർന്ന നമ്മുടെ വീട് അതാണ് അള്ളാഹുവിന്റെ സ്വർഗം. അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വീട്. അവിടെയായിരുന്നു നമ്മുടെ വാപ്പയും ഉമ്മയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ അവിടെന്ന് പറഞ്ഞു, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന സമയത്ത് അവരോട് അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ആദമേ, ഈ കാണുന്ന സ്വർഗത്തിൽ കിടന്ന് എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗം മുഴുവനും ആസ്വദിച്ചു കൊണ്ട് നടന്നോ. പക്ഷേ ലാ തഖറബാ ഹാദിഹി الشجرة, ആ കാണുന്ന ഒരേ ഒരു മരമുണ്ടല്ലോ ആദമേ, ഒരേ ഒരു മരമുണ്ടല്ലോ, അതിന്റെ അടുക്കൽ പോകല്ലേ, അതിന്റെ പഴങ്ങൾ മാത്രം നീ തിന്നല്ലേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം നമ്മുടെ വാപ്പയും ഉമ്മയും അല്ലാഹു കഴിക്കരുതെന്ന് പറഞ്ഞ മരത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അതിന്റെ പഴം കഴിച്ചപ്പോ അല്ലാഹു രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. അതാ ചരിത്രം പറയുന്ന ഉടുതുണി പോലും കൊടുത്തില്ല അല്ലാഹുവേ, സ്വർഗ വസ്ത്രം പോലും കൊടുത്തില്ല. ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താകുകയാ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാ ഇറങ്ങി വരുന്നത്. നിറകണ്ണുകളോട് പടച്ചവനെ ജനിച്ചു വളർന്ന തന്റെ കുടുംബ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ നിന്ന് തിരിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാ, ഇതിലേക്കൊരു മടക്കമില്ലേ പടച്ചവനെ? ഇനി എങ്ങനെയാ പടച്ചവനെ ഈ സ്വർഗത്തിലേക്ക് മടങ്ങി വരുന്നത്? എങ്ങനെയാണ്? വല്ല വഴിയുമുണ്ടോ പടച്ചവനെ എന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ആദം നബി അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഈ പാതിരാത്രി വാലിന്റെ സദസ്സിൽ കടന്നു വന്ന പടച്ചവനെ, ഒരു മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം എന്തെന്നറിയുമോ? വയല് കേൾക്കലല്ല, വയല് പറയുന്നത്, ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ അഭിലാഷം എന്തെന്നറിയുമോ? നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്റുകൾ പറഞ്ഞാലും ഒരു രൂപ പാപപ്പെട്ടവന് കൊടുത്താൽ, ഒരു മണിക്കൂർ ഈ വാലിന്റെ സദസ്സിലിരുന്നാൽ ഇവിടെ ഇരിക്കുന്നതിന് പകരം ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, പടച്ചറപ്പേ സ്വർഗം തരണേ അല്ലാ, ഇതിന് പകരം സ്വർഗം തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ
സ്വർഗം തരണേ തമ്പുരാന്, സ്വർഗം തരണേ തമ്പുരാന്. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അമലുകൾ കൊണ്ട് നമുക്കതിലേക്ക് കടക്കാൻ കഴിയില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ അമലുകൾ കൊണ്ട്, എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിസ്കരിച്ച ഒരു വഖത്ത് നമസ്കാരം ഒരു 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പമാരി സദസ്സിലിരിപ്പുണ്ടല്ലോ. ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവനല്ലേ വാപ്പ, ഓർമ്മ വെച്ച കാലം മുതലേ നിസ്കരിക്കുന്നവരാ. ഈ 50 കൊല്ലം നിസ്കരിച്ചവന്റെ നിസ്കാരത്തിൽ ഒരു വഖത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാ. ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉസ്താദേ, ഇന്ന ദിവസത്തെ നിസ്കാരമുണ്ടല്ലോ, സ്വന്തം ഉമ്മയുടെ മയ്യത്തുകളത്തെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് തിരിച്ചു തരുമ്പോഴാ പള്ളിക്കകത്തെ ലുഹർ നമസ്കാരം നടക്കുന്നത്. ആ നടക്കുന്ന ലുഹർ നമസ്കാരത്തിൽ ഉമ്മയുടെ ശരീരം കൊണ്ട് മനസ്സില്ല മനസ്സോട് കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോട് പള്ളിക്കകത്ത് കയറികറ്റ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ച ആ 4 റക്അത്ത് നമസ്കാരമെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ഈമാൻ നമുക്കുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ ചിലപ്പോൾ കഴിയില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു വഖത്ത് അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ഈമാൻ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും? ഉസ്താദെ, ഇന്ന ദിവസം ഞാൻ നിസ്കരിച്ച ഒരു വഖത്ത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. കാരണം കഴിയില്ല മനുഷ്യന്മാരെ. നമ്മുടെ നിയ്യത്ത് എന്താന്ന് അല്ലാഹുവിന് അറിയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹുവിന്റെ മുന്നിലെത്തണമെങ്കിൽ 7 കവാടങ്ങളിലും ഓരോ മലക്കുണ്ട്. അവരങ്ങോട്ട് ഈ സുബ്ഹാനല്ലാഹ് അവിടെ ചെല്ലുമ്പോ ടെസ്റ്റ് ചെയ്യും. ഒരു കവാടത്തിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും. വിജയിച്ച 2, 3, 4, 5, 6, 7 ആകാശത്തിലും മലക്കുകൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 പ്രാവശ്യം വീണ്ടും 2 മലക്കുകൾ ടെസ്റ്റ് ചെയ്യും. അവസാനം 10ാമതേ അല്ലാഹുവിന്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഞാനൊരു സുബ്ഹാനല്ലാഹ് എത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെയൊക്കെ മലകൾ മുഴുവനും 1ാം ആകാശത്തിൽ ചെല്ലുമ്പോഴേ മലക്കെടുത്ത് മുഖത്തേക്ക് എറിയ ആർക്ക് വേണ്ടടാ? നിന്റെ അമൽ ആർക്ക് വേണം? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയണമെന്നില്ല. അപ്പൊ പിന്നെ ആരെങ്കിലും തരാന്ന് പറഞ്ഞാലെങ്കിലും വേടിക്കണ്ടേ? എന്ത് പെണ്ണുമ്പിള്ള അടുത്ത് പിണങ്ങിയിരിക്കണവരിക്കണത്? ഒരു മനുഷ്യൻ പറയാ സ്വർഗം ഞാൻ തരാന്ന് പറഞ്ഞാ വേടിക്കണ്ടേ? വേടിക്കണോ ഇല്ലേ? നേരെ ഇരുന്ന് എല്ലാരും നേരെ ഇരുന്ന്. ഇതിലെ ഗർഭിണി പെണ്ണ് പ്രസവിക്കാതിരിക്കണവരിയ്ക്കുന്നത് നേരെ ഇരിക്കുക. ഇത് കണ്ടാൽ തന്നെ സ്വർഗം പറയാൻ തോന്നില്ല. ഒരാള് പറയാ ഞാൻ സ്വർഗം തരാം, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാ അപ്പൊ വേടിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കു പറയട്ടെ. ആരാ നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു? ആരാ സ്വർഗം തരാമെന്ന് പറഞ്ഞേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആർക്കാ സ്വർഗം വേണ്ടത്? നിങ്ങളിൽ ആർക്കാണ് സ്വർഗം വേണ്ടത്? സ്വർഗം ഞാൻ തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാറുള്ളവര് എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ, നമ്മുടെ തറവാട്ടിലേക്ക് കടന്നു പോകാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വഴി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്നതിന്റെ കുടിലകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ അല്ലാഹുവേ തഹജ്ജുദിന്റെ സമയമെത്തിയപ്പോ രാത്രി നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പ്രവാചകൻ പടച്ചവനെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ.
ഉളുവെടുക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവേ, വല്ലാത്ത തണുപ്പാണ്, വല്ലാത്ത തണുപ്പാട്. ശരീരം അല്ലാഹുവേ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ചിന്ത വന്നു, പച്ചവെള്ളത്തിൽ ഒതുവെടുക്കാൻ കഴിയില്ലല്ലോ പടച്ചവരോ, വല്ലാത്ത തണുപ്പാണല്ലോ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് നിസ്കരിക്കാമായിരുന്നല്ല പടച്ചവരോ. അല്പം ചൂടുവെള്ളം കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമാകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടന്നു വരുമ്പോ അതാ ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടിലിന്റെ മുന്നിൽ പാതിരാത്രി ഒരു ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയേ ചൂടുവെള്ളം. ഒരു പാത്രത്തില് പാതിരാത്രി ചൂടുവെള്ളം കൊണ്ട് വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, എന്നോടെന്ത് സ്നേഹമാ അല്ലാഹ്, ഈ ചെറുപ്പക്കാരന് എന്നോടെന്ത് സ്നേഹമാണ്. ഈ തണുപ്പുള്ള രാത്രിയിൽ ഈ മക്കാര് മുഴുവനും കടന്നിറങ്ങുമ്പോ, ഈ നാട്ടുകാര് മുഴുവനും കടന്നിറങ്ങുമ്പോ എന്നെയും കാത്തു വെള്ളവും കൊണ്ട് വീടിന്റെ വെളിയിൽ കാത്തു നിന്ന ചെറുപ്പക്കാരൻ ഇവൻ എന്ത് കൊടുക്കാനാ പടച്ചവരോ? ഈ സ്നേഹത്തിന് എന്താണ് ഞാൻ പകരം കൊടുക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാ. ആരെന്നറിയുമോ? മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, റബീഅ, എന്ത് വേണമെങ്കിലും ചോദിക്കടാ പൊന്നുമോനെ, ഇന്ന് നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ തരാം. നിനക്കെന്തേ വേണ്ടത്? നിനക്കെന്തേ വേണ്ടത്? ഇന്നെന്നോട് എന്ത് ചോദിച്ചാലും തരാമെന്ന് പറയുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്തേ ചോദിച്ചതെന്നറിയുമോ? എന്തേ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. നാളെ അങ്ങയുടെ കൂടെ, നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം നബിയേ, എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. ആരാ ചോദിച്ചതെന്നറിയുമോ? ആരാണ് റബീഅ എന്നറിയുമോ? മസ്ജിദുൻ നബവിയുടെ വെളിയിൽ കിടക്കുന്ന സഹാബിയാ. ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി വസ്ത്രമില്ല. പടച്ചറപ്പ്, ആരെങ്കിലും ഒരു ദിവസത്തിൽ അല്ലാഹുവേ 3 നേരം പോയിട്ട് 1 നേരം പോലും ഭക്ഷണം കൊടുക്കാറില്ലാത്തവരാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താലോ, ഏതെങ്കിലും ഒരു സഹാബി ഭക്ഷണം കൊണ്ട് കൊടുത്താലേ തിന്നാനുള്ളൂ. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അവിടെ നിന്ന് പറയുന്നു, നബിയേ, എനിക്ക് പണം വേണ്ട നബിയേ, എനിക്ക് അധികാരം വേണ്ട നബിയേ, എനിക്ക് ഭക്ഷണം വേണ്ട നബിയേ, എനിക്ക് കയറി കിടക്കാൻ വീട് വേണ്ട നബിയേ, എനിക്കെന്തേ വേണ്ടതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തും കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, റബീഅ, സ്വർഗം ഞാൻ നിനക്ക് തരാ റബീഅ, സ്വർഗം നിനക്ക് ഞാൻ തരാ റബീഅ. പക്ഷേ നീ എന്നെ ഒന്ന് സഹായിക്കണേ, നീ എന്നെ ഒന്ന് സഹായിക്കണേ. റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൽമനുലി സിത്തം മിൻ അൻഫുസികും അൽമനു ലകുമുൽ ജന്ന. ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പാതിരാത്രി അല്ലാഹുവിന്റെ റസൂൽ ഉദുവെടുക്കാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ആ തണുപ്പുള്ള രാത്രിയിൽ കയ്യിൽ വെള്ളവും വെച്ചുകൊണ്ടൊരു അനുചരൻ നിൽക്കുക, ഒരു ചെറുപ്പക്കാരൻ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പ്രശ്നം എന്ത് സ്നേഹമല്ല,
എന്നോട് എന്ത് സ്നേഹമായി ചെറുപ്പക്കാരൻ, മോനെ എന്ത് വേണോടാ ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിക്കു തരാം. അങ്ങനെ ചില അവസരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയേ എനിക്കൊന്നും വേണ്ട, സ്വർഗം മതി. നാളെ ഇതുപോലെ സ്വർഗത്തിൽ ഇരിക്കണം നബി, ഇതുപോലെ അടുത്ത് നാളെ സ്വർഗത്തിൽ എനിക്ക് സ്വർഗം വേണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തരാം, എന്നെ സഹായിച്ചാൽ നിനക്ക് സ്വർഗം തരാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗം വേണോ? ആർക്കെങ്കിലും സ്വർഗം വേണോ? 6 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ച അവന് സ്വർഗം അല്ലാഹുവിന്റെ റസൂല് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്കത് വാങ്ങാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഒന്ന് പരിശ്രമിച്ചൂടെ മനുഷ്യന്മാരെ? 6 കാര്യം ഞാൻ പറഞ്ഞു തരാം. നിസ്സാരമായി തലകുത്തി മറിയേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന ചില കാര്യങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? അയ്യോ സൂക്ഷിച്ചൂടെ? ഒന്ന് പറ മനുഷ്യന്മാരെ, ഇൻഷാ അല്ലാഹ് ഉറക്കെ പറ. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാണ്. മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ അറിയാൻ പറ്റും. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ കഴിയും. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാർ, ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയുമോ ഇല്ലേ? നിങ്ങളോടാ ചോദ്യം. നിങ്ങൾ ഇരിപ്പ് കണ്ട ഞാനെന്തോ നിങ്ങൾക്കൊക്കെ പള്ളിക്കുഴി പോകാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? ഇല്ല എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കില്ലേ? ഉണ്ടെന്ന അഭിപ്രായമുള്ളവർ കൈവക്കില്ലേ? എന്താപ്പോ ഒന്നുമില്ലേ? രണ്ടിന്റെ ഇടയിലൊരു വിഭാഗം. എന്താപ്പോ ഉണ്ടില്ലാത്ത വിഭാഗം ഇല്ല. ശരി, എങ്കിലൊരു മനുഷ്യന്റെ മരണം അടുത്തോ ഇല്ലയോ, സമയമായോ ഇല്ലയോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എനിക്കും നിങ്ങൾക്കും പള്ളിക്കുഴിയിൽ പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കണോ? മരണത്തിന്റെ അടയാളങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്ക്. അപ്പൊ അറിയാലോ. കൈ പൊക്കണ്ടടാ അനിയ. അസ്രായേൽ വീടിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കും, മോനെ റൂഹ് പിടിക്കാൻ വന്നതാ, പേടിയാണോ? അതേ അസ്രായേലെ പേടിയാ. തിരിച്ചു പോകോ? ഒരൊറ്റ സെക്കൻഡ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിംഗ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി ഇസ്രായേലിന് പറഞ്ഞു കൊടുത്ത അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് വിശദീകരിച്ചു തരികയാ. അതുകൊണ്ട് ഈ വയത് കേൾക്കാമെന്ന ഓരോ ആണുങ്ങളും ഓരോ പെണ്ണുങ്ങളും പടച്ചവനെ ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലണേ. ഇന്ന് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട് തുറന്നിട്ട് നേരെ നീ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എല്ലാവരും കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. തലയിലിട്ടിരിക്കുന്ന കർച്ചീഫൊന്ന് മാറ്റണേ, തലയിലിട്ടിരിക്കുന്ന തൊപ്പിയൊന്ന് അഴിക്കണേ, തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റണേ. എന്നിട്ട് കണ്ണാടിയിലേക്ക് നിന്റെ മുഖം നല്ലതുപോലെ നോക്കണേ. ബയാലു ശൈരിക ബഅദ സവാദിഹി, നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെന്നാണ് ഒരു വെളുത്ത രോമം കണ്ട പോകാ സമയമായെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയും താടിയിലെയും രോമത്തെ ഒന്ന് നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാ വാപ്പച്ചി സമയമായി, തയ്യാറെടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമാണ്. മുടി നരയ്ക്കുന്നത് അല്ലേ? മുടി നരച്ചു കഴിയുമ്പോ ഭാര്യ പറയും, പിഴുതു കളഞ്ഞൊക്കെ വെട്ടണ്ട, പിഴുതു കളയ. മറ്റു ചിലര് കളറടിക്ക, പിന്നെ ചിലര് ക്ലീൻ ഷേവാ. കാരണം എന്തേ? കിളവാന്ന് വിളിക്കൂലേ? ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നവർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളം. 2, ഉസ്താദേ മുടിയൊന്നും നരച്ചിട്ടില്ല എന്ന് സന്തോഷിക്കുന്നവനെ 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ.
നിത്യമായിട്ടുള്ള രോഗങ്ങൾ അല്ലേ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഇങ്ങനെ എണ്ണാനാണെങ്കിൽ എണ്ണാൻ മാത്രമേ ഉള്ളൂ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ. രാത്രി ചോറ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച്, ചോറ് തിന്നതിന് ശേഷം കുറച്ച്, ഇങ്ങനെ കയ്യിലിട്ടിട്ട് തിന്ന, അത് മരണത്തിന്റെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പഴയതുപോലെ ഓടാനും ചാടാനും ഒന്നും വയ്യ, എല്ലായിടത്തും വേദന, ജോയിന്റുകൾക്കൊക്കെ വേദന. പള്ളിയിൽ പോയിട്ട് കസേരയിലായിരുന്നു നിസ്കരിക്കണം, സുജൂദ് ചെയ്യാൻ വയ്യസ്താതെ അല്ലേ? അള്ളാഹുവെ നെഞ്ച് വിരിച്ച് നടന്ന മനുഷ്യനായി ഇപ്പൊ ഇങ്ങനെ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി. ഇത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നും നിന്നാ വഴുതു പറയണേ, ഇന്നിരുന്ന് കാലിനൊക്കെ വല്ലാത്ത വേദന. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളിൽ 98% ആൾക്കാർക്കും ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ട്. നന്നാകാൻ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നന്നാകാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കും. ചില ചെറുപ്പക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചിരിക്കണം, 3 ഇല്ല ഉസ്താദ്, എനിക്ക് 3 ഇല്ല. മോനെ, ചിലപ്പോ ഇത് 3 വേണ്ടടാ, ഒറ്റയടിക്ക് പൊക്കളയും. ചിലപ്പോ ഈ 3 വേണ്ട, മുടിയും നിരക്കണ്ട, രോഗവും വേണ്ട, വേദനയും വേണ്ട. രാവിലെ വാപ്പാനോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാ, വെട്ടി കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങും പോകാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, മഹാനായ റളിയല്ലാഹു തആല അൻഹു ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവന്റെ പരലോകമുണ്ടല്ലോ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പിറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കയ്യും കണ്ണും കാലുമല്ല നമുക്കെതിരായി സാക്ഷി പറയുന്ന ദിവസമുണ്ടല്ലോ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസുവാകാൻ എനിക്ക് വല്ലാത്ത മോഹമുണ്ട് നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗത്തിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ഒരു എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. ഒന്ന് റബിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന റബിയ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ റബിയ. തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള എളുപ്പവഴിയിൽ ഒന്നാമത്തെ വഴി അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ, സംസാരിച്ചാൽ കള്ളം പറയല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, സംസാരിച്ചാൽ കള്ളം പറയാൻ പാടില്ല. ഉസ്താദെ, കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറയാൻ പറ്റും, പലിശ തിന്നരുതെന്ന് പറയാൻ പറയാം, പക്ഷെ കള്ളം പറയാതിരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയില്ല. ഇന്നത്തെ ദിവസം എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ടാകും? ഇന്നത്തെ ദിവസം അത് ചിലര് ഫാഷനായി മാറി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളം പറയുന്നത് നിസ്സാരമായി മാറി. അത് ചെറിയ തെറ്റല്ല, അത് ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാണ്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വാപ്പ സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ, എന്തിനാ ഉപ്പാ കരയുന്നത്? എന്തിനാ ഉപ്പാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഫാത്തിമ, ഇന്നലെ നരകം കണ്ടു മോളെ, ഇന്നലെ നരകം കണ്ടു മോളെ. നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ ഫാത്തിമ. അവരുടെ തല പന്നിയുടെ തല പോലെയാ, അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവർ നരകത്തിൽ കിടന്ന് വിളിച്ചു പോകുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു ഫാത്തിമ.
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാ വാപ്പാ, ആരാ വാപ്പാ? പന്നിയുടെ തലയും കഴുതയുടെ രൂപവുമുള്ള ഈ വൃത്തികെട്ടവരാരാണ്? അവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ്? അവരെന്ത് തെറ്റേ ചെയ്തതെന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാണ്, അവർക്ക് കിട്ടുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ നിസ്സാരവാ, ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഓരോ വാപ്പമാര് പടച്ചോനെ നടക്കാൻ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേച്ച് നടന്നു പള്ളിയിൽ പോകും, നിസ്കരിക്കാൻ കയറും. അസറിന് പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞേ വരത്തുള്ളൂ. അസർ നമസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ പിന്നെ ഇശ കഴിഞ്ഞ വരത്തുള്ളൂ. പക്ഷേ ഇശ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മുഴുവനും ഒന്നീ പള്ളിയിലെ ഇമാമിനായിരിക്കും, അല്ലെങ്കിൽ മുക്രിക്കായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്കായിരിക്കും. ആർക്കെങ്കിലും വിഹിതം വെച്ച് കൊടുത്തിട്ടേ പള്ളിയുടെ ഗേറ്റ് ഇറങ്ങത്തുള്ളൂ. അള്ളാഹു നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ പടി ഇറങ്ങിയിരുന്ന് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം ആർക്കെങ്കിലും കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷയത്തിലില്ല അങ്ങനെ തന്നെ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ കല്യാണം മുടക്കികളുടെ ഒക്കെ കാലമാണല്ലോ. എല്ലാം പറഞ്ഞിട്ട് പറയണ അവസാനത്തൊരു വാക്കുണ്ട്, ഒരൊറ്റ വെട്ടിന് കൊന്നേക്കാൻ തോന്നുന്നത് കേൾക്കുമ്പോ. ഇവിടെ നമ്മുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോയി. ഇവിടെയൊക്കെ ഈ കല്യാണം മുടക്കലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ധാരാളം ഉണ്ടില്ലേ? നല്ല കാര്യ, നല്ല കാര്യ, കുഴപ്പമൊന്നുമില്ല. നീ നല്ല കാര്യം. അള്ളാഹു ഇവർക്കൊക്കെ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധൈര്യമായിട്ട് അങ്ങോട്ട് ദുആ ചെയ്തേക്കണം, ശത്രുവിന് വേണ്ടി ദുആ ചെയ്തേക്കണം. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ, അള്ളാഹുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അടിക്കുന്ന പയ്യനാ, ഡ്രൈവറാ. അവൻ ഒരു പെണ്ണിനെ പോയി കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ മതി. ആദ്യം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഒരു ബേക്കറി കണ്ടു, നേരെ അവിടെ കയറി. 5 നേരം നിസ്കരിക്കാൻ വരുന്ന ഒരു വാപ്പയുടെ കടയാ. ഈ മനുഷ്യൻ അവിടെ കയറിയിട്ട് ചോദിച്ചു, ഇന്ന ഒരു ചെറുപ്പക്കാരൻ ഡ്രൈവറാണ്, എന്താ അവന്റെ സ്വഭാവം എങ്ങനെയുണ്ട്? ഈ വാപ്പ പറഞ്ഞ മറുപടി, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. കള്ളും കുടിച്ചു കഞ്ചാവടിക്കുന്ന കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചോണ്ടോ നീ കടയും തല്ലിപ്പൊട്ടിച്ച് എന്നെ കടിക്കുക. എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. ഇത് പറഞ്ഞ് അവൻ കള്ളുകുടിയും അവന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കുന്നവൻ വീട് കയറി അടിക്കുന്നവൻ. ഇത്രയും പറഞ്ഞിട്ടാ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, വേറെ ആരുടെങ്കിലും പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മുടെ മറുപടിയും. എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും, വല്ലവൻ ഞാൻ പച്ചയിറച്ചി വേറെ ആരും നമുക്കൊന്നും പറഞ്ഞില്ല എന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വാട്സപ്പിൽ ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. വാട്സപ്പിൽ വന്ന് വായിക്കോ നോക്കൂല. വാർത്ത കണ്ടതും തന്റെ മൊബൈലിൽ എത്ര ഗ്രൂപ്പുണ്ടോ ആ സർവ്വ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കും. കാള പ്രസവിച്ചു. അപ്പോഴാ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കത്തില്ലല്ലോ, അതിനു മുമ്പേ മൊത്തം എത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് 4 പേരോട് പറയാതെ ഒരു മനസ്സമാധാനം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാ. പള്ളിയിലെ ഖത്തീബാണെങ്കിലും നാട്ടിലെ കള്ളുകുടിയനാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും സമന്മാരാ. ആരും വഴന്ന് പറയുന്നവനാകട്ടെ, ഇൽമ പഠിച്ചവനാകട്ടെ, എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ, അങ്ങനെയുള്ള വിഷയത്തിൽ തലയിടരുത്. ഉസ്താദെ, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഓം പറയുന്നത് കേട്ടതല്ലേ, കേട്ടാലും പറഞ്ഞവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പച്ചയിറച്ചി തിന്നുന്നവൻ വന്ന് അടുത്ത് നിന്നിട്ട് പള്ളിയിലെ ഇമാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ കേട്ടോണ്ട് നിന്നില്ലേ, അതും പാപമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരേ ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വ്യക്തിഗതമുണ്ടല്ലോ, ഒരു പാവിയുണ്ടല്ലോ, അവന് നിസ്കാര തടമ്പ് കാണാം,
താടിക്ക് നീളമുള്ളവനാകാം, വാല് പറയുന്നവനാകാം, പടച്ചവനെ ഹജ്ജ് ചെയ്തവനാകാം, ഉംറ ചെയ്തവനാകാം, പള്ളി കെട്ടിക്കൊടുത്തവനാകാം, എപ്പോഴും കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ട് നടക്കുന്നവളാകാം. അല്ലാഹുവേ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപിയുണ്ടല്ലോ, അവൻ ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ വിശ്വസിക്കല്ലേ. അതിന്റെ സത്യം എന്താണെന്നറിയാതെ നീ പറഞ്ഞു പരത്തിയിട്ട് ആ പാവപ്പെട്ടവന് നാണം കെടുത്തല്ലേ. അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ കൈ വായിക്കകത്തിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ബോധ്യമുണ്ടാകണം ഇന്നത് അത് ഉള്ളതാണ് എന്ന്. ബോധ്യമാകാതെ നീ പറയരുത്. അങ്ങനെ ബോധ്യമായാലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും അത് പറയാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് നടന്നുപോയി. അന്നിത്തിരി താമസിച്ചു വീട്ടിൽ പോകാൻ. അന്നൽപ്പം താമസിച്ചു വീട്ടിൽ പോകാൻ അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ഇരുട്ടത്ത് തലയിൽ തുണി ഇട്ടിട്ട് ഒരു മനുഷ്യൻ പതുങ്ങി പോകുന്നു. ആ പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു നല്ല പോക്കല്ല. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല ചിന്തിച്ചു, റബ്ബേ, ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഒരുത്തം പോകുന്നു, എന്നാ ഇവനൊന്ന് പിടിക്കണമല്ലോ. ഇവൻ ആരാ? പാതിരാത്രി പതുങ്ങി പോകുന്നല്ലോ, ഇവനെ ഒന്ന് പിടിക്കണം, ഉമറിന്റെ മുന്നിൽ കൊണ്ടുപോകണം. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. എവിടാ പോകുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു അവസാനം പതുങ്ങി ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്ന ചുമ്മാ നടന്നാ മതി, ഓനെ പിടിച്ച് തെങ്ങി കെട്ടിട്ടിരിക്കും. എങ്കിൽ ആ മനുഷ്യൻ അല്ലാഹുവേ തലയിൽ തുണിയിട്ടിട്ട് നടന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു. അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി. പടച്ചവനെ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അനുവാദം പോലും ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുക. അബൂ തൽഹ റളിയല്ലാഹു തആല നോക്കുമ്പോ വീടിന്റെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ ആ മനുഷ്യന്റെ മുഖം കണ്ടു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി പാതിരാത്രിയിൽ തലയിൽ തുണിയിട്ടിട്ട് ഒരു വീട്ടിൽ കയറി പോകാം. ഇതിൽ കൂടുതൽ എന്തേ തെളിവ് വേണ്ടേ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹു പള്ളിയിലെ ഖത്തീബ് കാണുവാണെങ്കിൽ പെട്ടുപോയി. അല്ലാഹു ഇവിടുത്തെ ഉസ്താദ്മാരാന്നറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കയറി പോകുന്നേ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. പടച്ചവൻ ആരാ അല്ലാഹ്? ഉമറിനെ മയക്കിയെടുത്ത പെണ്ണാരാ അല്ലാഹ്? പടച്ചവനെ വീടിന്റെ വെളിയിൽ പോയി കാത്തു നിന്നു. ഇറങ്ങി വരുമ്പോ ചോദിക്കാൻ എത്ര നേരം നിന്നിട്ട് ഇറങ്ങി വരുന്നില്ല. അവസാനം നിന്ന് മടുത്തു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുന്നിൽ ഒരു അടയാളം വെച്ച് കണ്ടുപിടിക്കാൻ ഇന്ന വീടാണെന്ന് അറിയണമല്ലോ. അടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നിട്ടുറക്കം വരുന്നില്ല. അങ്ങനെ അവസാനം ഉറങ്ങി. അല്ലാഹുവേ, സുബ്ഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോ ആരാ ഇമാമത്ത് നിൽക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നലെ പാതിരാത്രി തലയിൽ തുണിയിട്ടിട്ട് അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ കൂരയ്ക്കകത്തേക്ക് കയറിപ്പോയ പരിസര പുറകിൽ നിന്ന് നമസ്കരിച്ചിട്ട് നമസ്കാരം ശരിയാകുന്നില്ല. മനസ്സിന് സമാധാനമില്ല, ചോദിക്കാൻ കഴിയില്ലല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം വീട്ടിയിട്ട് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുകയാ. അടയാളം വെച്ച വീട്ടിലേക്ക് കടന്നു പോവുകയാ. പാതിരാത്രി അടയാളം വെച്ച വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറയുകയാ. അല്ലാഹുവേ, സലാം പറയുമ്പോ വീടിനകത്തിരുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയതൊരു പെണ്ണാണ്. പടച്ചവനെ, പെണ്ണാണെന്ന് ബോധ്യമായി. എന്നിട്ടും അബൂ തൽഹ തിരിച്ചു പോയില്ല. സത്യം എന്താണെന്നറിയണമല്ലോ. അവസാനം അല്ലാഹുവേ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായം ചെന്നവര് കിളവി കിടക്കുകയാ.
കണ്ണിന് കാഴ്ചയില്ല, ശരീരം മുഴുവനും എല്ലും ദൂരമായി എഴുന്നേക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു പാവപ്പെട്ട ഉമ്മ കിടക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, ഉമ്മ ഇന്നലെ ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, പാതിരാത്രി ഒരു മനുഷ്യൻ ഇവിടെ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? അവിടുന്ന് പറയുന്നു, മോനെ എല്ലാ ദിവസവും പാതിരാത്രി വരാറുണ്ട്, എന്നെ കുളിപ്പിക്കാറുണ്ട്, എന്റെ മൂത്രവും കാശവും വാരാറുണ്ട്, അവസാനം ഭക്ഷണം വെച്ചിട്ട് ആ പൊന്നുമോനവന്റെ വായിലിട്ട് ചതച്ചരച്ചിട്ടാ എനിക്ക് ഭക്ഷണം തരുന്നത്. ആ ഉമ്മയോട് അബൂ തൽഹ തങ്ങൾ ചോദിച്ചു, ഉമ്മ ആരാണെന്നറിയുമോ? ആ വരുന്ന മനുഷ്യനാരെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു, മോനെ എത്രയോ പ്രാവശ്യം ഞാൻ ആരാണെന്ന് ചോദിച്ച് പറഞ്ഞിട്ടില്ല. ആ വീടിനകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. ഇതിന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരുമോ മറേ, എനിക്ക് പൊരുത്തം തരുമോ മറേ, നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചു പോയി, നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിച്ചത്, എനിക്ക് പൊരുത്തം തരണേ, നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഖത്താബിന്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, അവസരം കിട്ടുന്ന സമയത്ത് മുഴുവനും മറ്റൊരു കൂടപ്പുറപ്പിന്റെ പച്ചകരച്ച് തിന്നുന്നവരോട് എത്ര തിന്നാലും മതി വരില്ല, എത്ര ഭക്ഷണം കഴിച്ചാലും മതി വരില്ല. മറ്റുള്ളവന്റെ പച്ചകരച്ച് തിന്നുന്നവരുണ്ടല്ലോ, പാവപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് അവനൊരു നല്ല ജീവിതം കൊടുക്കാത്ത എന്റെ പ്രിയപ്പെട്ട വിപ്പമാരോട് അല്ലാഹുവേ പടച്ചവനെ സ്വാലിഹത്തായ പെണ്ണുങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് നാടൻ കൊടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് ചെറിയ തെറ്റാണെന്ന് നീ കരുതല്ലോ, ഇത് ചെറിയ തെറ്റാണെന്ന് കരുതല്ലോ. അല്ലാഹുവേ കണ്ണു കുടിക്കുന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും, വിചരിച്ചവൻ അല്ലാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. പണച്ചെറുപ്പ് ശിർക്ക് ചെയ്തവന് പോലും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, പക്ഷേ ഒരുത്തന് പുറത്തു കൊടുക്കില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? മഹാനായ ഇമാമുന സാഫി റളിയല്ലാഹു തആല അൻഹു, സാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വിളിച്ചുകൊണ്ട് ഓടി വരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് കടന്നുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാ നീ കരയുന്നത്? ആരാണെന്ന് വേദനിപ്പിച്ചത്? ആരാണെന്ന് വേദനിപ്പിച്ചത്? യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാരുമില്ലേ? അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതമാവുകയാണ്. ആരാ ഇത് പറയുന്നത്? ഇസ്രയേലിനെ കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ശൈത്താൻ പോലും പേടിയാ. ഉമർ വരുന്ന വഴിയിലൂടെ ശപിക്കപ്പെട്ടവൻ പോലും വരില്ല, ശൈത്താൻ പോലും ഉമറെന്ന് കേട്ടാലേ പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കരച്ചിൽ കണ്ടിട്ട് കരയുകയോ, അവൻ ആരാണെന്നറിയണമല്ലോ, അവനെ ഒന്ന് കാണണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാ പറയുകയാ. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദീനിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ചെറുപ്പക്കാരാ എന്തിനാ മോനെ കരയുന്നത്? കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കിടന്നിട്ട് ആരടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി
വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ ഒരു പിടി 3 പിടി മണ്ണുമാറി ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്തിട്ടിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാ നബിയേ. മയ്യത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, കാരണമെന്തെന്നറിയുമോ? അവസാനം പോകാനുള്ള കാരണമെന്തോ? ആ കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെക്കുകയാണ്. ആ കബറിന്റെ മുകളില് തിരിച്ചറിയാനുള്ള അടയാളം വെച്ചിട്ട് വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. പാതിരാത്രി തന്റെ നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കരിയുന്നു. മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ പള്ളിക്കാറ്റിലേക്ക് കടന്നു ചെന്നിട്ട് പച്ചമണ്ണ് വെട്ടിമാറ്റുകയോ, അല്ലാഹുവേ പലകയെടുത്ത് മാറ്റുകയോ, എന്നിട്ട് കബറിനകത്ത് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ആ മനുഷ്യനെ പൊതിഞ്ഞിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ, ഓരോന്നായി അഴിച്ചെടുക്കുകയോ. മയ്യത്തിന്റെ കഫൻ തുണി മോട്ടിക്കുന്ന കള്ളരാരബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയോ, എന്റെ നാട്ടിൽ കിടക്കുന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകളെ നെട്ടരാരബിയേ, അവരുടെ ഔറത്ത് പോലും മറച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് പറയുന്നു. റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. പക്ഷേ കരച്ചിൽ വീടുന്നില്ല, തലയിലൂടെ മണ്ണ് വാരിയിടുകയാ. എന്നിട്ട് വീടിനകത്തിരുന്ന് മുഖം പൊത്തിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. റസൂലുള്ള ചോദിച്ചു, എന്തിനാണ് നബിയേ, എന്നെക്കാളും ഒരു പാപി ദുനിയാവിലില്ല, എന്നെ പോലെ പാപം ചെയ്തവരും മനുഷ്യരും ഈ പ്രപഞ്ചത്തിലില്ല. അത്ര വലിയ പാപിയാരബിയേ, അത്ര വലിയ പാപിയാരബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് പാപമാ? അത്രയ്ക്ക് വലിയ കുടുംബാവനെന്താ? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലെ കാണാനടകുള്ള ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു നബിയേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. അടയാളം വെച്ച് പിരിഞ്ഞുപോയി. അതിരാത്രി രണ്ടാമതും കബറിന്റെ ചാരത്ത് നിന്ന് മണ്ണ് വെട്ടി മാറ്റി കബറിനകത്തിറങ്ങി. ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണികൾ ഓരോന്നായി അഴിക്കുകയോ, അടിച്ചു മാറ്റിയിട്ട് പലക നിരത്തി മണ്ണ് മാറിയിട്ടിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചൊന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്,